ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. ബുറവി ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മന്നാർ ഉൾക്കടലിൽ. തെക്കൻ കേരളത്തിലെത്തുമ്പോൾ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IIT 2020 ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തും. കോവിഡിനെതിരായ പ്രതിരോധ മരുന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രാജ്യത്ത് ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ ആദ്യം ലഭ്യമാക്കുക ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര കോവിഡ് പോരാളികൾക്കും. കേരളത്തിൽ ഇന്ന് 5718 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5496 പേർക്ക് രോഗമുക്തി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.2% ഉയർന്നു. ആകെ രോഗമുക്തർ 90 ലക്ഷത്തിലേറെ. ഓസ്ട്രേലിയയ്ക്കെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 11 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. ബുറവി ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മന്നാർ ഉൾക്കടലിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 12 മണിക്കൂറിൽ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും പിന്നീടുള്ള 24 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി തെക്കൻ കേരളത്തിൽ എത്തുമെന്നുമാണ് സൂചന. കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം തുടരും. കേരളത്തിൽ മറ്റന്നാൾ വരെ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. IIT 2020 ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തും. IIT പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ പാൻ IIT USA ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. IIT പൂർവ്വ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥ, സാങ്കേതിക വിദ്യ, ആരോഗ്യം, സാർവത്രിക വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളാകും ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ചയാവുക. കോവിഡിനെതിരായ പ്രതിരോധ മരുന്ന് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രാജ്യത്ത് ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊറോണ മഹാമാരിക്കെതിരായ വാക്സിൻ വികസനം ആഴ്ചകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ. രാജ്യത്ത് നിലവിൽ 8 വാക്സിനുകൾ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലാണ്. പകർച്ചവ്യാധിക്കെതിരെ ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ വാക്സിനായി ലോകം ഇന്ന് ഇന്ത്യയെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ പ്രയത്നത്തിൽ ഉടൻ തന്നെ ഫലപ്രദമായ വാക്സിനുകൾ വൻതോതിൽ വിതരണം ചെയ്യാനാകും. പ്രതിരോധ കുത്തിവയ്പ്പുകൾ വലിയ തോതിൽ നടത്താൻ ഇന്ന് രാജ്യത്തിന് കഴിയുമെന്നും ശ്രീ മോദി പറഞ്ഞു. വാക്സിനുകൾ ശരിയായ രീതിയിൽ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഉചിതമായ ശീതീകരണ സൌകര്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര കോവിഡ് പോരാളികൾക്കുമാകും പ്രതിരോധ മരുന്ന് ആദ്യം ലഭ്യമാക്കുക. പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടിയുടെ വിശദമായ മുൻഗണനാ പട്ടിക സംസ്ഥാന കേന്ദ്രഭരണ സർക്കാരുകളുടെ സഹായത്തോടെ തയ്യാറാക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചന നടത്തിയ ശേഷം പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന വിധമാകും കോവിഡ് വാക്സിന്റെ വില നിർണ്ണയിക്കുക. പ്രതിരോധ മരുന്നിനെക്കുറിച്ച് ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കണമെന്നും തെറ്റായ വിവരങ്ങൾ ജനങ്ങളിലെത്താതെ അധികൃതർ ശ്രദ്ധിക്കണമെന്നും ശ്രീ മോദി നിർദ്ദേശിച്ചു. രാജ്യത്ത് ആദ്യത്തെ കോവിഡ് കേസ് സ്ഥിരീകരിച്ചത് മുതൽ ഇന്നുവരെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളായ ഓരോരുത്തർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനപങ്കാളിത്തം തുടരണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ പ്രതിദിന കോവിഡ് സ്ഥിരീകരണ നിരക്ക് 4% താഴെ മാത്രമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ 27 ദിവസങ്ങളായി പ്രതിദിന രോഗികളുടെ എണ്ണം 50,000-ൽ താഴെ മാത്രമാണ്. ഇന്നലെ 36,500ഓളം പുതിയ കേസുകൾ സ്ഥിരീകരിച്ചു. ഇതുവരെ ആകെ 90 ലക്ഷത്തിലേറെ പേർ കോവിഡ് മുക്തരായി. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 94.2% ഉയർന്നു. കേരളത്തിൽ ഇന്ന് 5718 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5496 പേർ രോഗമുക്തി നേടി. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 61,401 4,991 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 572 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 29 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം കണ്ടെത്തിയവരിൽ 95 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നതാണ്. ഇന്ന് 6 പുതിയ പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തുകയും 38 പ്രദേശങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു. ലോകത്ത് ഇതുവരെ കോവിഡ് മൂലം ജീവൻ നഷ്ടമായത് 15 ലക്ഷത്തിലേറെ പേർക്ക്.
4,53,00,000-ലധികം പേർ കോവിഡിൽ നിന്നും മുക്തരായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 4%-മായും റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%-മായും തുടരാൻ റിസർവ് ബാങ്കിന്റെ ധനനയ സമിതിയുടെ യോഗം തീരുമാനിച്ചതായി ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നാവികസേനാ ദിനമായ ഇന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യരക്ഷാ മന്ത്രി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ നാവിക അതിർത്തി സംരക്ഷിക്കുകയും കടലിലെ വ്യാപാര പാതകൾ സുരക്ഷിതമാക്കുകയും അപകടഘട്ടങ്ങളിൽ സഹായം എത്തിക്കുകയും ചെയ്യുന്ന നാവികസേനയെക്കുറിച്ച് രാജ്യത്തിന് അഭിമാനമാണ് ഉള്ളതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്ററിൽ കുറിച്ചു. ധീരത, അർപ്പണബോധം, ദേശസ്നേഹം, നിസ്വാർത്ഥത തുടങ്ങിയവ കൈമുതലാക്കിയ നാവിക സേനാംഗങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു. ഇന്ത്യൻ നാവികസേന നമ്മുടെ തീരങ്ങൾ സധൈര്യം സംരക്ഷിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുകയും ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. മുൻ പ്രധാനമന്ത്രി എ.കെ. ഗുജ്റാളിന്റെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രണാമം അർപ്പിച്ചു. ഗുജ്റാൾ സ്മരണ സ്റ്റാമ്പും ശ്രീ നായിഡു പ്രകാശനം ചെയ്തു. ജ്ഞാനിയും മൃദുഭാഷിയുമായ മാന്യനായ രാഷ്ട്രീയക്കാരനും പ്രതിസന്ധികളിൽ പോലും തന്റെ മൂല്യങ്ങൾ കൈവിടാത്ത വ്യക്തിയുമായിരുന്നു ഗുജ്റാളെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ജമ്മുകശ്മീർ ജില്ലാ വികസന സമിതികളിലേക്കുള്ള മൂന്നാംഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 33 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ 16 കാശ്മീർ താഴ്വരയിലും 17 ജമ്മു മേഖലയിലുമാണ്. ഓസ്ട്രേലിയയ്ക്കെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 11 റൺസിന് വിജയിച്ചു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് നേടി. 51 റൺസ് നേടിയ കെ.എൽ. രാഹുലും 44 റൺസ് നേടിയ ജഡേജയും മികച്ച പ്രകടനം കാഴ്ചവച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ സിഡ്നിയിൽ നടക്കും. ഐഎസ്എല്ലിൽ ചെന്നൈയിൻ എഫ്.സി. ബംഗളൂരു എഫ്.സിയെ നേരിടുന്നു. ബാംബോലിം ജിഎംസി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ നേടിയ ജയത്തോടെ 9 പോയിന്റുകളുമായി മോഹൻ ബഗാനാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. കനേഡിയൻ പ്രധാനമന്ത്രിയും ചില ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ത്യയിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടലാണെന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം കനേഡിയൻ ഹൈക്കമ്മീഷണറെ അറിയിച്ചു. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ സർജൻ ജനറലായി വിവേക് മൂർത്തിയെ തിരഞ്ഞെടുത്തു. കോവിഡ് പശ്ചാത്തലത്തിൽ കൂടുതൽ അധികാരങ്ങളും സർജൻ ജനറലിന് നൽകി. കൊറോണ വൈറസ് കോർഡിനേറ്ററായി ജെഫ് സിയൻസിനെയും തിരഞ്ഞെടുത്തു. ഇരുവരും ഒബാമ ഭരണകൂടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചിരുന്നവരാണ്. തായ്വാനും അമേരിക്കയും തമ്മിൽ ഏർപ്പെട്ട പുതിയ കരാർ തായ്വാനുള്ള അമേരിക്കയുടെ പിന്തുണ പുനഃസ്ഥാപിക്കുമെന്ന് പ്രസിഡന്റ് സായ് ഇങ് വെൻ. ചൈനയിൽ നിന്നും തുടർച്ചയായി ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുമായി തായ്വാൻ കരാറിൽ ഏർപ്പെട്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബുറവി ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മന്നാർ ഉൾക്കടലിൽ. തെക്കൻ കേരളത്തിലെത്തുമ്പോൾ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IIT 2020 ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തും. കോവിഡിനെതിരായ പ്രതിരോധ മരുന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രാജ്യത്ത് ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ ആദ്യം ലഭ്യമാക്കുക ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര കോവിഡ് പോരാളികൾക്കും. കേരളത്തിൽ ഇന്ന് 5718 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5496 പേർക്ക് രോഗമുക്തി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.2% ഉയർന്നു. ആകെ രോഗമുക്തർ 90 ലക്ഷത്തിലേറെ. ഓസ്ട്രേലിയയ്ക്കെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 11 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.